ഇപ്പോൾ നടി മാല പാർവതി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. മാല പാർവതി, നോക്കൂ, കഴിഞ്ഞ ദിവസമായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ വിൻസി അലോഷ്യസ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഒപ്പം വ്യക്തമായൊരു തീരുമാനവും പറഞ്ഞു വെക്കുകയുണ്ടായി. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി താൻ സിനിമ ചെയ്യില്ല എന്നും എത്ര തന്നെ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ശക്തമായ നിലപാടായിരുന്നു നടി പറഞ്ഞു വെച്ചത്. വലിയ പിന്തുണയായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ തന്നെ തനിക്ക് നടിക്ക് ലഭിച്ചത്. ഇപ്പോൾ ഈ നടന്റെ പേര് വിവരങ്ങളടക്കം പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെയല്ലേ പോവുക? അതെ, ശക്തമായ ഒന്നാമത്തെ കാര്യം വിൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ വിൻസി പേര് പറഞ്ഞത് വളരെ നന്നായി. വളരെ അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്ക് പോയാണ്. അപ്പം പേര് പറഞ്ഞത് നന്നായി. രണ്ടാമത് ഇപ്പൊ ICC ഒക്കെ വളരെ ആക്റ്റീവാണ്, SIT വളരെ ആക്റ്റീവാണ്. അപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ അവസാനം വരെ ആ കുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായ ആക്ഷനിലേക്ക് പോകും. തീർച്ചയായും പല സിനിമാ സൈറ്റുകളിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുൻപും ഇത്തരത്തിൽ സിനിമാ സൈറ്റുകളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ തുറന്നു പറച്ചിലിലൂടെ അത് കൂടുതൽ ശക്തമാക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയുകയോ ചെയ്യുകയും ചെയ്യത്തില്ല. കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പ് ചോദിച്ചപ്പോൾ ഇവ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവരങ്ങനെ അറിയുന്നവർ പറയാന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ വഴി. അപ്പൊ നമ്മൾ സെറ്റിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റൂല. ഒരു കോപ്പിയോടെയും ഒരു മറവും ഒക്കെ ഉണ്ട്. നമ്മുടെ സീനിയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ചെയ്യത്തില്ല ഇവരായിരുന്നു. അപ്പൊ അത് നന്ദി ശ്രീ മാല പാർവതി, പറഞ്ഞോളൂ. അല്ല, അവരവരുടെ അനുഭവം പറയുന്നു, നമ്മളതിനെ മുഖവിലേക്ക് എടുക്കുകയാണ്. ഇത് എന്താണോ ഇതിന്റെ നടപടി, അതിന് സ്വാഭാവികമായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, പോലീസ് തീരുമാനിക്കട്ടെ. ശരി, നന്ദി ശ്രീ മാല പാർവതി പ്രതികരിച്ചതിന്.